ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ അച്ചാമ്മയുടെ വീട്ടിൽ നമ്മൾ വന്നേക്കുവാണ്. അമ്പലത്തിലൊക്കെ പോയി തൊഴുവാനാണ് വന്നേക്കുന്നത്. അപ്പം അമ്പലത്തിൽ നിന്ന് നമ്മൾ പായസം മേടിച്ചായിരുന്നു. അരിയും ശർക്കരയും കൂടി ഇട്ട പായസമാണ്, നല്ല രുചിയാണ് അല്ലേടി? കഴിച്ചോക്ക്. കൊള്ളാമോ? അപ്പം എൻ്റെ അച്ചാമ്മയുടെ വീട്ടിൽ എൻ്റെ അച്ചാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മരങ്ങളും ചെടികളൊക്കെ. അപ്പം എൻ്റെ അച്ചാമ്മയുടെ വീട്ടിലെ വ്യൂ ആണിത്. അപ്പം നമ്മുടെ ബാൽക്കണിയിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ബാൽക്കണി എൻ്റെ അച്ചാമ്മയ്ക്ക് ചെടി ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിരത്തി വെച്ചേക്കും. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇന്നലെ ഇവിടെയൊക്കെ പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് തൂത്ത് അങ്ങനെയൊക്കെ ഇട്ടേക്കുമായിരുന്നു ഗൈസ്. അപ്പം ഇതാണ് ബാൽക്കണി. ഞാൻ തുറക്കട്ടെ. അപ്പം ഗൈസ് നമ്മൾ തുറന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ബാൽക്കണിയിലെ വ്യൂ. ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. കണ്ടോ? ഇതാണ് നമ്മുടെ ബാൽക്കണിയിലെ വ്യൂ. പിന്നെ മാങ്ങയിലൊക്കെ പൂ പിടിച്ച് എപ്പോഴും മാങ്ങ പിടിക്കാറില്ല, കുറച്ചൊക്കെ കഴിയുമ്പോഴേ പിടിക്കാറുള്ളൂ. നീ ഇവിടെ ഇറങ്ങണ്ട, ഭയങ്കര എനിക്ക് പേടിയാവുന്നു. അപ്പം നമ്മൾ പണ്ടൊക്കെ ഇവിടെ വന്നതാണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ടൈലിലിരിക്കാം. ടൈലിലേക്ക് ഇരുന്ന് നമ്മളിങ്ങനെ വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം നമ്മൾ ടെറസിൻ്റെ മണ്ടയെ കാണിച്ചു തരാം. ഇത് ബാൽക്കണി, ഇനി ടെറസിൻ്റെ മണ്ട റൂഫൊക്കെ ചെയ്തേക്കാണ്. അപ്പം അത് കാണിച്ചു തരാം. മേളിൽ 2 ബെഡ്റൂമാണ് ഗൈസ്. ഒരു ബെഡ്റൂമും രണ്ടാമത്തെ ബെഡ്റൂം. അത് നമുക്ക് വേണ്ടി കിടക്കാൻ വേണ്ടി നമ്മളിവിടെ മെത്ത എടുത്തിട്ടേക്കുവാണ്. അപ്പോൾ താഴെ ഒരു ബെഡ്റൂമേ ഉള്ളൂ. അപ്പം റബ്ബറിൽ നിന്നൊക്കെ എടുക്കത്തില്ല ഒരു സാധനം, അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ആക്രികളും അങ്ങനെയൊക്കെ. പിന്നെ തുണിയൊക്കെ ഇന്നലത്തെ കഴുകിയിട്ടേക്കാണ് ഗൈസ്. ഇത് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കാണ്. പായൽ പിടിച്ച് കിടക്കുന്നുണ്ടോ? പിന്നെ നിങ്ങൾ അവിടെ കണ്ടായിരുന്നു ഇവിടെ ഞാൻ പോവാമേ. ഇത്തിരി കഴിയും ഞാൻ പോവാം. കണ്ടോ? ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വ്യൂ. ഇത് കൊള്ളത്തില്ലല്ലേ? ഇപ്പോഴത്തെ വീട് പണിയാണ്, അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഹലോ അല്ല, ഇതിൻ്റെ അകത്തോടെ നമ്മൾ കൂവിയല്ലേ ഇത് കേൾക്കുമെന്ന് എനിക്ക് തോന്നി. ഇപ്പം നമുക്ക് താഴെപ്പോ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ മണ്ടേ പോവാന്ന്. അപ്പം നമുക്ക് അതിൻ്റെ മണ്ടേ പോവാം. എനിക്ക് പേടിയാവുന്ന ഗൈസ്. അവിടെ ഇപ്പം മഴയൊക്കെ ഇല്ലേ, ഇപ്പം തെന്നലുണ്ടോയെന്ന് എനിക്കൊരു പേടി. ഇവിടെ 2 കുഞ്ഞു പൂച്ചകളുണ്ട്. ഒരു ഓറഞ്ച് പൂച്ച, ഒരു ഗ്രേ കളർ പൂച്ച ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഇടയിൽ കയറി. ഇപ്പം നമുക്കിനി ഇതിൻ്റെ സ്റ്റെപ്പുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ സ്റ്റെപ്പില്ല, ഭയങ്കര പാടാണ്. എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇനി ഞാൻ വരുമ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. പക്ഷെ കയറാൻ ഭയങ്കര പാടാണ്, എനിക്ക് പേടിയാവുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് കയറുന്നില്ല. അപ്പം നമുക്ക് താഴെ ഇറങ്ങിപ്പോവാം. എൻ്റെ അച്ചാമ്മയും അമ്മയൊക്കെ ബിസിയാണ് ഗൈസ്, ജോലിയിൽ ബിസിയാണ്. ഈ പൂവിൻ്റെ പേരെന്താന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇതിന് ഒരു മഞ്ഞ പൂവുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാമേ. ഒരു മഞ്ഞപ്പൂവില്ലേ അവിടെ? ആ മഞ്ഞപ്പൂവ് പറിച്ച് അതിൻ്റെ ബാക്കിൽ നിന്ന് ഇത് ഊറിയാൻ തേൻ കിട്ടുമായിരുന്നു. നല്ല രുചിയാണ്. എൻ്റെ അച്ചാച്ചൻ ഇവിടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസം കുറിയൊക്കെ തൊട്ട് ഇരിക്കുമോ സുന്ദരൻ? അച്ചാച്ചൻ എൻ്റെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസമൊക്കെ തിന്നു അല്ലേ ചാച്ചാ? കണ്ടോ നല്ല പായസമാണ്. തിന്നുന്നുണ്ടോ ഗൈസ്? പല്ലൊന്നും ഇല്ല, അപ്പൂപ്പനാ. ഇപ്പം എൻ്റെ അമ്മ എന്തോ മേടി ചെയ്യുന്നത് നോക്കാം. അമ്മ എൻ്റെ അനിയത്തിക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു അല്ലേടി? അയ്യോ, ഇവിടെ ഒരു സ്റ്റാൻഡ്, അങ്ങനെ ഇവിടെ തെർമാക്കോളുണ്ട് കേട്ടോ ഗൈസ്.
അതെടുക്കാത്തതാണ് നല്ലത്. പക്ഷെ നമുക്കെടുക്കാം. ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് വീഡിയോ പിടിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും എൻ്റെ മുഖമൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് വേണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ്. അയ്യോ, എവിടെ ഇരിക്കാനാണ്? ഇവിടെ ഇരിക്കാം. പണ്ട് അയ്യോ, അപ്പോൾ ഗൈസ് എൻ്റെ അമ്മ പറഞ്ഞു മേളിൽ പോകണ്ടെന്ന്. അപ്പം ഞാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാനാണ് കേട്ടോ, പണ്ടത്തെ ഞാനാണ്, ഇപ്പോഴത്തെ ഞാനല്ല. ഇത് ഒരു 4-ലോ 3-ലോ എടുത്ത ഫോട്ടോ. ഇതാണ് ഈ പണ്ടത്തെ കിളിക്കുട്ടൻ. ഇപ്പം കണ്ടോ? പിന്നെ എൻ്റെ അച്ഛൻ. ഇതാണ് എൻ്റെ അച്ഛൻ ആ കൂട്ടുകാരൻ്റെ കൂടെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ചോറ് എടുക്കുന്ന ഫോട്ടോയാണ് ഗൈസ് ഇത്. ഞാനാണിത്. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ. പിന്നെ ഒരു 2, 3, 4, 5 ഇഷ്ടംപോലെ പൂവും 2 മാനും അങ്ങനെയൊക്കെ കുറേ പിക്ചേഴ്സ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വിളക്കിൻ്റെ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ അച്ഛമ്മയുടെ ഫോൺ എപ്പോഴും ഞാൻ അടുത്ത് കളിക്കും ഗൈസ്. നല്ല രസമാണ്. കണ്ടോ ഗൈസ്? നല്ല രസമാണ് ഇത് കളിക്കാൻ. പിന്നെ ഇത് ചുമ്മാ ഇരിക്കുമ്പോഴേക്കും കളിക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.